നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം മുൻ എംഎൽഎ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വിടവാങ്ങിയത് ഒരു കാലത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വം. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റാണ് ഗുരുവായൂർ ദേവസ്വം ആന ഗോകുൽ ചെരിഞ്ഞതെന്ന് ആരോപണം. ആന ചെരിഞ്ഞതിനെക്കുറിച്ച് വനം വകുപ്പിലെ IFS റാങ്കുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും ആവശ്യം. കൗമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിലായി കുന്നംകുളത്ത് നടക്കും. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 3668 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. ടോറസ് ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കിഴക്കേ പന്നിശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. കുന്നംകുളം മുൻ MLA ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. കുന്നംകുളം CPIM ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. മൃതദേഹം കുന്നംകുളത്തെ CPM പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ച് പൊതുദർശനത്തിനായി വെച്ചപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. വൈകുന്നേരത്തോടെ കൊരട്ടിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം നാളെ നടത്തും. മരണാനന്തരം അദ്ദേഹത്തിന്റെ കണ്ണ് ദാനം ചെയ്തിട്ടുണ്ട്. കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശിയാണ്. 2006, 2011 എന്നീ 2 കാലഘട്ടങ്ങളിൽ തുടർച്ചയായി കുന്നംകുളത്ത് ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്നതിനിടെയാണ് അസുഖബാധിതനാകുന്നത്. ഞരമ്പുകളെ ബാധിച്ച പാർക്കിൻസൺസ് അസുഖമായിരുന്നു. പിന്നീട് ചെറിയ കോമ സ്റ്റേജിലേക്ക് മാറുകയും വീട്ടിൽ തന്നെ ശുശ്രൂഷയിൽ തുടരുകയുമായിരുന്നു. 2 തവണ CPM കുന്നംകുളം ഏരിയ സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം DYFI ജില്ലാ സെക്രട്ടറി, DYFI സംസ്ഥാന സഹഭാരവാഹി, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം, കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ, കടവല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, CITU സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് മാനേജർ ഇന്ദിര ഭാര്യയാണ്. അശ്വതി, അഖിൽ എന്നിവർ മക്കളും ശ്രീജിത്ത് മരുമകനുമാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ബാബു എം പാലിശ്ശേരി. കുന്നംകുളത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലയെടുപ്പോടെ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവാണ് വിടവാങ്ങിയത്. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര മുള്ളത്ത് അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി ജനിച്ച ബാബു എം പാലിശ്ശേരി 1980-ൽ DYFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്കെത്തുന്നത്. കൊരട്ടിക്കരയിൽ DYFI പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. 1986 മുതൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 84-ൽ CPM അംഗമായ അദ്ദേഹം DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊതുരംഗത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു. യുവജന പോരാട്ടങ്ങളിലും ബാബു എം പാലിശ്ശേരി ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രക്ഷോഭം ഉൾപ്പെടെ DYFIയുടെയും CPIMന്റെയും ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിന് ഇരയായിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തും തിളങ്ങിയ ബാബു എം പാലിശ്ശേരി നാടകത്തിലും സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും 2006-ൽ ജില്ലയിലെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തി. 2011-ൽ തിളക്കമാർന്ന വിജയം ആവർത്തിച്ചു. MLA എന്ന നിലയിൽ കുന്നംകുളം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ക്രിയാത്മകമായി പരിശ്രമിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവനായിരുന്നു. കുന്നംകുളം മുൻ MLAയും CPIM നേതാവുമായ ബാബു എം പാലിശ്ശേരിയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ച ബാബു എം പാലിശ്ശേരി തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ നൽകിയ സംഭാവന വിലപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
ഡിവൈഎഫ്ഐയിലൂടെ പൊതുരംഗത്ത് വന്ന അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായും ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സമരമുഖങ്ങളിൽ ശക്തമായ നേതൃത്വം, സാംസ്കാരിക പരിപാടികളിൽ സജീവ സാന്നിധ്യം, ട്രേഡ് യൂണിയൻ സംഘാടനത്തിൽ അസാധാരണ മികവ്, ഇങ്ങനെ ഇടപെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുന്നംകുളം മണ്ഡലത്തെ 2 തവണ പ്രതിനിധാനം ചെയ്ത അദ്ദേഹം നിയമസഭയിൽ ജനങ്ങളുടെ ആകെ ശബ്ദമാണ് ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ വേർപാട് വേദനാജനകമാണ്. കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും മുഖ്യമന്ത്രി അനുശോചനം അറിയിക്കുന്നതായും പറഞ്ഞു. ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നാളെ ഉച്ചവരെ പൊതുദർശനം നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം പൊതുവായി ഇപ്പോൾ വീട്ടുകാരോടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ തന്നെ മെക്സിക്കോ പാലസിൽ ഒരു സർവകക്ഷി അനുശോചന യോഗം തത്സമയം ഇത് കഴിഞ്ഞതിന് ശേഷം ചേരുന്നുണ്ട്. വളരെ വിപുലമായ ഒരു അനുശോചന പരിപാടി പിന്നീട് സംഘടിപ്പിക്കണം എന്നാണ് പൊതുവിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ, ഇടതുപക്ഷ ജനാധിപത്യ മറ്റു സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമരങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിയ സഖാവായിരുന്നു അദ്ദേഹം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു. അകാലത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ വിയോഗം തൃശ്ശൂർ ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിനേറ്റ വലിയൊരു നഷ്ടമാണ്. തൊഴിലാളി വർഗത്തിനും ഈ നാട്ടിലെ കൃഷിക്കാർക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടി അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങളെ സ്മരിക്കുന്നു. ശക്തമായ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം നേടിയ ജനപ്രതിനിധി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. 2 പ്രാവശ്യം കുന്നംകുളം MLA എന്ന നിലയിൽ അദ്ദേഹം വിജയിക്കുകയും വികസന രംഗത്ത് നല്ല നിലയിലുള്ള ഇടപെടലുകൾ ജനങ്ങൾക്ക് അനുകൂലമായി ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിടവ് കൂട്ടായ പ്രവർത്തനത്തിൽ കൂടിയാണ് നമുക്ക് നികത്തിയെടുക്കാനായിട്ട് കഴിയും. സഖാവിൻ്റെ വേർപാടിൽ CPM-നുള്ള ദുഃഖം വ്യക്തിപരമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, ബാലാജി ഉൾപ്പെടെയുള്ള ബാലാജി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ അനിയന്, ഇവർക്കൊക്കെ സംഭവിച്ചുള്ള നഷ്ടത്തിൽ, CPM-നുണ്ടായ നഷ്ടത്തിൽ അഗാധമായ ദുഃഖം ഉണ്ടാകും. ബാബു എം പാലിശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശമായിരുന്നു. സംഘടനാ രംഗം ചലിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള സഖാവാണ്. നല്ല പ്രാസംഗികനായിരുന്നു. ബാബു പാലിശ്ശേരി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളും തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. സഖാവിൻ്റെ വേർപാടിൽ അതീവ ദുഃഖിതനാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖത്തോടൊപ്പം ചേരുന്നു. ജനപ്രതിനിധിയായിരിക്കുമ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം അതിനാവശ്യമായ സമയം നീക്കിവെക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധ കാണിച്ചിരുന്നു. ഏത് തൊഴിൽ പ്രശ്നങ്ങളിലും തൊഴിലാളി പ്രശ്നങ്ങളിലും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഒപ്പം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്ന വിധത്തിലുമുള്ള ഇടപെടലിന് സർവദാ സന്നദ്ധമായി സഖാവ് ഉണ്ടായിരുന്നു. അത് ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും അപ്രതീക്ഷിതമെന്ന് ഇപ്പോൾ പറയാനാവില്ലെങ്കിലും അകാലത്തുള്ള വേർപാടാണ്. ട്രേഡ് യൂണിയൻ മൂവ്മെന്റിനും പൊതുപ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണുള്ളത്. 1994 ഞാൻ കുന്നംകുളം വിഷയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ബാബു പാലിശ്ശേരിയുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത്. വ്യക്തിപരമായിട്ട് വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. വളരെ നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ ഏത് കാര്യത്തിലും സഹായിക്കാൻ, ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകളെ സഹായിക്കാൻ ബാബു പാലിശ്ശേരി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ ഒരുപാട് നല്ല ഓർമ്മകളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഈ പ്രസ്ഥാനത്തിന് തൃശ്ശൂർ ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പ്രവർത്തനം വെച്ച സഖാവാണ്. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ നേതൃത്വം കൊടുത്ത, അതുപോലെ തന്നെ അതിൻ്റെ ചരിത്രമെല്ലാം ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അനുഭവവും അത്തരത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നയിക്കുന്ന സമരങ്ങൾക്കെല്ലാം ഇന്ന് ഊർജ്ജമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പറ്റുന്നത്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തിന് ബാബുവേട്ടൻ്റെ മരണം എന്ന് പറയുന്ന ഒരു നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ കടവല്ലൂർ പഞ്ചായത്തിൽ കൊരട്ടിക്കരയിൽ ആദ്യമായിട്ടൊരു ഇടതുപക്ഷത്തിന് പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ്. കനത്ത ഒരു നഷ്ടമാണ് കുന്നംകുളത്തിനെ സംബന്ധിച്ച് ഈ മരണത്തിൽ അനുശോചിക്കുന്നത്. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റാണ് ഗുരുവായൂർ ദേവസ്വം ആന ഗോകുൽ ചരിഞ്ഞതെന്ന് ആരോപണം. ആനയെ ചട്ടത്തിലാക്കാൻ 2ാം പാപ്പാൻ നടത്തിയ അതിക്രൂരമർദ്ദനത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പാപ്പാൻ ഗോകുൽ, 3ാം പാപ്പാൻ സത്യൻ എന്നിവരെ ഒരാഴ്ച മുമ്പ് ദേവസ്വം സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 13 കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് ക്ഷേത്രത്തിൽ
എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയായ ദേവസ്വത്തിന്റെ തന്നെ കൊമ്പൻ പീതാംബരന്റെ കുത്തേറ്റ് ഗോകുലിന് പരിക്കേറ്റിരുന്നു. മികച്ച ചികിത്സ നൽകി ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ 2 ആഴ്ച മുമ്പ് അർദ്ധരാത്രി ഗോകുലിന്റെ രണ്ടാം പാപ്പാൻ ഗോകുലും പുറത്തുനിന്നുമെത്തിയ 5 പേരും ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിച്ചതായി പറയുന്നു. കൊയിലാണ്ടി സംഭവത്തെ തുടർന്ന് ഭയപ്പാടിലായ ആന കൂടുതൽ പേടിയിലായി. ഭക്ഷണവും വെള്ളവും എടുക്കുന്നത് കുറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചെരിയുകയായിരുന്നു. ഗോകുൽ അപകടാവസ്ഥയിലാണെന്ന് ചില പാപ്പാന്മാർ തന്നെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. പുന്നത്തൂർ കോട്ടയിൽ CCTV സ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല. ദേവസ്വത്തിന്റെ ആനകളായ കൃഷ്ണ, ജൂനിയർ കേശവൻ എന്നീ ആനകളെ 2 പാപ്പാന്മാർ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് 2024 ഫെബ്രുവരി 10 ഹൈക്കോടതി ദേവസ്വത്തിന് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. CCTV സ്ഥാപിക്കുമെന്ന് ദേവസ്വം ഹൈക്കോടതിയെ ഫെബ്രുവരി 16 അറിയിക്കുകയും കിഴക്കുഭാഗത്തെ ആനത്തറയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ CCTV സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അത് അന്ന് തന്നെ അഴിച്ചെടുക്കുകയായിരുന്നു. മദപ്പാടിലുള്ള ആനകളെയും മറ്റും തെക്കേപ്പറമ്പിലാണ് കെട്ടിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ആനകളെ കൈകാര്യം ചെയ്യാനുള്ള ഇടമായി ഈ സ്ഥലം മാറി. ആന ചെരിഞ്ഞതിനെക്കുറിച്ച് ദേവസ്വം അന്വേഷിച്ചാൽ യാഥാർത്ഥ്യം പുറത്തുവരില്ലെന്നും വനംവകുപ്പിലെ IFS റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും ആനപ്രേമി സംഘം സംസ്ഥാന പ്രസിഡന്റ് KP ഉദയൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭ മുൻ ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരെയുള്ള ഓഡിറ്റ് തടസ്സം ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ കൌൺസിലിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് നഗരസഭാ അധ്യക്ഷയും സ്ഥിരം സമിതി അധ്യക്ഷനും കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. നഗരസഭയിൽ ഉദ്യോഗസ്ഥനായിരിക്കെ കൂടിയ നിരക്കിൽ ശുചീകരണ സാധനങ്ങൾ വാങ്ങിയ സംഭവത്തിലാണ് ഉദ്യോഗസ്ഥനിൽ നിന്നും 2,115,000 രൂപ ഈടാക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ സാധനങ്ങൾ ഗുണനിലവാരം കുറഞ്ഞതായതിനാൽ ചെയർപേഴ്സണെയും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷന്റെയും അനുമതിയോടുകൂടിയാണ് സാധനങ്ങൾ വാങ്ങിയതെന്നും ഇതിൽ വ്യക്തിതാൽപര്യമില്ലെന്നുമാണ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കത്തിലുള്ളത്. ഇത് കൗൺസിൽ അംഗങ്ങളെയല്ല ഓഡിറ്ററെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് ബിജു സി ബേബി പറഞ്ഞു. കോൺഗ്രസ് അംഗങ്ങൾ ഇതു സംബന്ധിച്ച ഫയൽ ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമാക്കാനാകാത്തതിനാൽ അടുത്ത കൗൺസിലിൽ അജണ്ട ഉൾപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കൂട്ടുനിൽക്കുകയാണെന്നതിന്റെ തെളിവാണ് ഈ അജണ്ട എന്ന് ബിജു സി ബേബി കുറ്റപ്പെടുത്തി. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP കക്ഷി നേതാവ് KK മുരളിയും പറഞ്ഞു. നഗരസഭ 28-ാം വാർഡ് ചെമ്മണ്ണൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണമെന്നു കാണിച്ച് കൗൺസിലർ ഷീജ ഭരതൻ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിച്ചു. കക്കാട്, ചെറുവത്താനി ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി ബാച്ച് തുടങ്ങുന്നതിന് ശുപാർശ നൽകും. വിദ്യാലയം ഹയർ സെക്കൻഡറിയായി ഉയർത്തുന്നതിന് സ്കൂൾ അധികൃതർ സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. HSS ബാച്ച് ആരംഭിക്കുന്നതിനായുള്ള ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭാ കേരളോത്സവം ഒക്ടോബർ 18 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. നടത്തിപ്പിനായി 2 ലക്ഷം രൂപയും അനുവദിച്ചു. കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ ഷാജി അലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൺസി, ഗീതാ ശശി, ബീന രവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിലായി കുന്നംകുളത്ത് നടക്കുമെന്ന് AC മൊയ്തീൻ MLA അറിയിച്ചു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കൗമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവം ഈ ഒക്ടോബർ 16, 17, 18 തീയതികളിൽ നമ്മുടെ സീനിയർ ഗ്രൗണ്ടിൽ വെച്ചാണ്, സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. 3 ദിവസങ്ങളിലായി 3668 കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുന്നംകുളത്തെ ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുക. ഈ മത്സരവും ജില്ലാതല മത്സരവും നമുക്ക് കുറവുകളൊന്നുമില്ലാതെ സമാധാനപൂർണമായൊരു അന്തരീക്ഷത്തിൽ ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇപ്പം നടത്തിയിട്ടുണ്ട്. അതിന് പ്രചരണപരമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണം. ഇതിൻ്റെ മേളയുടെ എല്ലാ തലങ്ങളിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുട്ടികളുടെ വളരെ മികച്ച പ്രകടനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺപെൺ വിഭാഗങ്ങളിലായി 98 ഇനങ്ങളിലാണ് ജില്ലയിലെ 5 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള കുട്ടി കായിക താരങ്ങൾ മത്സരത്തിനിറങ്ങുക. സീനിയർ, ആൺപെൺ വിഭാഗങ്ങളിലായി 2 ക്രോസ് കൺട്രി മത്സരങ്ങൾ നടക്കും.
ആൺകുട്ടികളുടെ മത്സരം വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും പെൺകുട്ടികളുടെ മത്സരം മരത്തംകോട് ബഹ്റിൻ പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും 16-ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച് സീനിയർ ഗ്രൌണ്ടിലെത്തി സമാപിക്കും. 3 ദിവസങ്ങളിലായി 3668 കായിക പ്രതിഭകളാണ് മത്സരത്തിനിറങ്ങുന്നത്. ഒരു ദിവസം 1500 കുട്ടിത്താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 16-ാം തീയതി രാവിലെ 9:30-ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ PM ബാലകൃഷ്ണൻ, കുന്നംകുളം ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ, സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ, പ്രധാന അധ്യാപിക PT ലില്ലി, പബ്ലിസിറ്റി കൺവീനർ PT വർഗീസ്, കായിക അധ്യാപകൻ PM ശ്രീനീഷ് എന്നിവരും പങ്കെടുത്തു. തൃശ്ശൂർ റവന്യൂ ജില്ലാ കായികമേള 16, 17, 18 തീയതികളിൽ കുന്നംകുളത്തെ മനോഹരമായ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഈ കായികമേള നടത്താൻ നമ്മുടെ സംഘാടന മികവ് കൊണ്ട് നമുക്ക് കഴിയുമെന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. കുട്ടികൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മത്സരങ്ങൾ നടത്തപ്പെടും. വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരുന്ന എല്ലാ കുട്ടികൾക്കും ഭക്ഷണം സൗജന്യമായി കൊടുക്കും. ഏതാണ്ട് 6000-ഓളം രക്ഷിതാക്കൾ എല്ലാവരും ഉൾപ്പെടെ ഏതാണ്ട് 6000-7000-ഓളം ആളുകൾ നമ്മുടെ ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോറസ് ലോറി മറിഞ്ഞ അപകടം, ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കിഴക്കേ പന്നിശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണെടുത്ത് പന്നിശ്ശേരിയിലെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ വീട്ടുപറമ്പിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പറമ്പിലെ പ്ലാവിലും തെങ്ങിലും തട്ടി നിന്നതോടെ വലിയ അപകടം ഒഴിവായി. വധശ്രമ കേസിലെ പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ സഹായം ചെയ്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അണ്ടത്തോട് ബീച്ച് റോഡിൽ കൊപ്പര വീട്ടിൽ മുജീബ് റഹ്മാനെയാണ് വടക്കേക്കാട് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് രാത്രി മന്ദലാംകുന്ന് സെന്ററിൽ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ 3 പേർക്കെതിരെ വടക്കേക്കാട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. സംഭവശേഷം പ്രതികൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ കേസിലെ 2ാം പ്രതിയായ മന്ദലാംകുന്ന് സ്വദേശി മജീദിനെ ഒളിവിൽ പോകാൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും കഴിഞ്ഞ 7-ാം തീയതി ബാംഗ്ലൂർ വഴി ഖത്തറിലേക്ക് പോകുന്നതിനുള്ള സഹായങ്ങൾ ചെയ്ത സംഭവത്തിലാണ് കേസിലെ 4ാം പ്രതിയാക്കി മുജീബിനെ അറസ്റ്റ് ചെയ്തത്. അടുത്തിടെ അണ്ടത്തോട് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണത്തിന് കരിങ്കൽ കൊണ്ടുവന്ന ലോറി തടയുകയും കുന്നംകുളം ഇറിഗേഷൻ സെക്ഷൻ ഓഫീസിലെ ഓവർസിയറെ തടഞ്ഞ് കയ്യേറ്റം ചെയ്ത സംഭവത്തിലും മുജീബ് 1ാം പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് KPCC സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ബുധനാഴ്ച ഗുരുവായൂരിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ജാഥയാണ് ഗുരുവായൂരിലെത്തുന്നത്. വൈകിട്ട് 3-ന് പടിഞ്ഞാറേ നടയിൽ ചേരുന്ന സ്വീകരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിക്കും. KPCC സെക്രട്ടറി KB ശശികുമാർ, DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് സ്വാമിപ്പടി കൈതോറക്കുളം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സ്വാമിപ്പടി പാടശേഖരത്തോട് ചേർന്നാണ് കൈതോറക്കുളമുള്ളത്. ഏകദേശം 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള പഞ്ചായത്തുകുളം പുല്ലും പാഴ്മരങ്ങളും വളർന്ന് കാടുപിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. കാർഷിക ജലസേചനത്തോടൊപ്പം പ്രദേശവാസികൾ കുളിക്കുവാനും തുണിയലക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളം 15 വർഷത്തിലധികമായി ഉപയോഗശൂന്യമാണ്. കുളം നവീകരണമെന്ന് മാറി മാറി ഭരിച്ച ത്രിതല പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കോൺഗ്രസും CPM-ഉം BJP-യും വാർഡ് മാറി മാറി ഭരിച്ചെങ്കിലും കുളത്തിന്റെ പുനരുദ്ധാരണം നടത്താൻ വിമുഖത കാണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൈതോറ കടങ്ങോട് 4-ാം വാർഡിലൊരു കൈതോറ എന്നുള്ള കുളത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. പ്രാദേശികവാസികൾക്കും ഗ്രാമീണ ആളുകൾക്കൊക്കെ ഈ കൈതോറ കുളം ഭയങ്കര ആയിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ ഒരു 10-17 കൊല്ലമായിട്ട് ഇതിനോട് ഒരു പഞ്ചായത്തും ഒരു ഗവൺമെൻറ്റും ഒരു അനുകൂലങ്ങളും കിട്ടാതെ വളരെയധികം മോശമായ അവസ്ഥയിലാണ് ഈ കുളം ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും മാർക്സിസ്റ്റിൻ്റെ ഭരണകാലത്തും ഇപ്പോൾ BJP-യുടെ ഭരണകാലത്തും ഈ വാർഡിൽ 3 ഭരണകക്ഷികളും മാറി മാറി ഭരിച്ചിട്ടും അവരുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ടടക്കം നമ്മൾക്ക് ഈ കുളത്തിനൊരു അനുകൂലം പോലും കിട്ടിയിട്ടില്ല.
ഇനി ഞങ്ങൾ ഈ പ്രദേശവാസികളെ ആരെ പോയി കാണണം എന്നുള്ളൊരു കാര്യമാണ്. പുല്ലുമൂടി പറമ്പ് പോലെ കിടക്കുന്ന കുളം അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ വീണ പോത്ത് പുല്ലിനുള്ളിൽ കുടുങ്ങി കരകയറാൻ കഴിയാതെ ചത്തിരുന്നു. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിനാൽ അതിന് സാധിച്ചില്ല. കുളം നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഗ്രാമസഭയിലും പഞ്ചായത്തിലും നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പക്ഷേ 10-15 വർഷമായിട്ട് ഈ കുളം നവീകരിക്കാനോ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ത്രിതല പഞ്ചായത്തിൽ നിന്നോ മറ്റ് സർക്കാർ മേഖലകളിൽ നിന്നോ ₹1 പോലും ഫണ്ട് കിട്ടാതെ ഇന്ന് ഈ കുളം ഇത് കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മിക്കവാറും എല്ലാ പ്രതിനിധികളെ കാണുകയും ഇതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായമോ ഈ കുളം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പഞ്ചായത്തിലെ ഒട്ടനവധി കുളങ്ങൾ ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണകാലം അവസാനിക്കുന്നതിനു മുമ്പ് കുളത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി കെ.ബി. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ.പി. ഉദയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഭരണാധികാരികളുടെ തികഞ്ഞ നിസ്സംഗതയ്ക്കെതിരായി പ്രതീകാത്മകമായി തെരുവുനായ സൌഹൃദ നഗരസഭയ്ക്കുള്ള ശ്വാന പുരസ്കാര വിതരണവും നടത്തി. അധികാര കഥാപാത്രങ്ങളെ അണിനിരത്തിയാണ് വിതരണ ചടങ്ങ് ഒരുക്കിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ തോമസ്, ബി.വി. ജോയ്, ഒ.കെ.ആർ. മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ഉപജില്ലാ കായികമേള LP വിഭാഗം 1ാം സ്ഥാനം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ കരസ്ഥമാക്കി. KR ദിൽഷാൻ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. സ്കൂളിൽ സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനം എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ MM ഗിരീഷ്, പ്രധാനാധ്യാപിക KA സുജിനി എന്നിവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലമ്പുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാളിന്റെ കൊടിയേറ്റം ഒക്ടോബർ 19 ഞായറാഴ്ച നടക്കും. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട് പെരുന്നാൾ കൊടിയേറ്റം നടത്തും. ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൌൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകും. ഒക്ടോബർ 24, 25 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പുതിയ ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായി സൌജന്യമായി നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. സഹവികാരി ഫാദർ G. സക്കരപ്പറ്റിയേക്കൽ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ്, ട്രഷറർ ബിജു ജോർജ്, കൈക്കാരന്മാരായ ജോയ് ആന്റണി, KA ബേബി, MK ജോഷി, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി, ജോയിന്റ് കൺവീനർമാരായ ബാബു ജോർജ്, തോമസ്, കുടുംബ കൂട്ടായ്മ ഫൊറോന കൺവീനർ ബിജു C. വർഗീസ്, സ്ഥലം സൌജന്യമായി നൽകിയ മേജർ KP ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. കലോപ്സിയ 2K25 എന്ന പേരിൽ നടത്തുന്ന കലോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഗഫൂർ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടിയിലധികം രൂപ വിനിയോഗിച്ച് കൊച്ചനൂർ സ്കൂളിലെ ഭൌതിക സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പലിനെ ചടങ്ങിൽ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാൾ, പ്രധാനാധ്യാപിക എന്നിവർ ചേർന്ന് ആദരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മുഖ്യാതിഥിയായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു കണ്ടമ്പുള്ളി, PTA വൈസ് പ്രസിഡന്റ് സുബൈർ, OSA സെക്രട്ടറി ബിജു കണ്ടമ്പുള്ളി, HMV സുമംഗലി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ PV അജിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പാവർട്ടി പഞ്ചായത്തിൽ കാശ്മീർ റോഡിനരികിൽ അപരിചിതയായ സ്ത്രീയെ കണ്ടെത്തി. ഏകദേശം 34 വയസ്സ് തോന്നിക്കുന്ന ഇവരെക്കുറിച്ച് സമീപവാസികൾക്ക് അറിവില്ല. പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പാവർട്ടി പോലീസ് സ്ഥലത്തെത്തി. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. ഈ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പാവർട്ടി പോലീസ് സ്റ്റേഷനുമായി 04872 26 30 00 94 97 94 72 02 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
മഹിളാ കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. കാട്ടകാമ്പാൽ YMCA സെന്ററിൽ വെച്ച് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം സ്മിത ഷാജി, പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ NM റഫീഖ്, ശശീധരൻ കണ്ടംപുള്ളി, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കൌസല്യ പെങ്ങാമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. 1 കോടി ഒപ്പുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. ചരമം കടപ്പുറം ഗവൺമെന്റ് സ്കൂളിന് സമീപം പരേതനായ നൂൽപ്പാടത്ത് സെയ്തു ഭാര്യ പാത്തുമു നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം അഞ്ചങ്ങാടി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സെക്കീന, സുഹറ, ആബിദ, റിഹിയാനത്ത്, സാബിറ, ജലാൽ, ഷിഹാബ്, സാബിർ എന്നിവർ മക്കളാണ്. പുനേർകുളം ചെറായി കെട്ടുങ്ങൽ റോഡ് കുലവത്ര അമ്മിണി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം പരൂർ നിദ്രാലയത്തിൽ നടത്തി. ഭരതൻ ഭർത്താവും ജയപ്രകാശ്, രാജേഷ്, വിനീഷ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വിടവാങ്ങിയത് ഒരു കാലത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റാണ് ഗുരുവായൂർ ദേവസ്വം ആന ഗോകുൽ ചെരിഞ്ഞതെന്ന് ആരോപണം. ആന ചെരിഞ്ഞതിനെക്കുറിച്ച് വനം വകുപ്പിലെ IFS റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും ആവശ്യം. കൗമാര കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 16, 17, 18 തീയതികളിലായി കുന്നംകുളത്ത് നടക്കും. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 3668 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. ടോറസ് ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കിഴക്കേ പന്നിശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.